സീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീടിന്റെ പ്രതിപാദ്യോഷം എന്ന് പറയുന്നത് ശിവപ്ലാവ് അല്ലെങ്കിൽ കടപ്ലാവ്. ഈ കടപ്ലാവിന്റെ പ്രാധാന്യം, എങ്ങനെയാണ് കടപ്ലാവിന്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വീടിലൂടെ കാണിക്കുന്നത്. ഈ മറ്റ് പച്ചക്കറി വിളകളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിളയാണ് കടപ്ലാവ് അല്ലെങ്കിൽ ശിവപ്ലാവ് എന്ന് പറയുന്നതിൽ ഉണ്ടാകുന്ന ചക്കകൾ. വളരെയധികം വിപണി മൂല്യം ഉള്ള ചെടിയാണ് കടപ്ലാവ് എന്ന് പറയുന്നത്. തൈക്കൊക്കെ തന്നെ 400 രൂപ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് തൈകൾ കിട്ടുകയും. ഇപ്പം കടപ്ലാവിന്റെ അർത്ഥം കടൽ കടന്നു വന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കടപ്ലാവ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ് ലോപിച്ചാണ് കടപ്ലാവായി മാറി. കടൽപ്ലാവ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. പിന്നീട് ലോപിച്ച് കടപ്ലാവ്, ഇത് ശാന്തസമുദ്രങ്ങളിലാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ കൃഷി വിദേശ രാജ്യങ്ങൾ ധാരാളമായി പ്രോത്സാഹിപ്പിക്കണം. കാരണം വരും കാലങ്ങളിൽ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭക്ഷ്യ പ്രതിസന്ധിയാണ്. കാരണം ഇത് ധാരാളം വിറ്റാമിൻസ്, മിനറൽസ്, ധാതു ലവണങ്ങള്, മാംസ്യം, കാർബോഹൈഡ്രേറ്റ് എന്ന് വേണ്ട മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ വിറ്റാമിൻസുകളും ഈ ചെറിയ പ്രകൃതി കനിഞ്ഞരിക ഈ ഫ്രൂട്ടിലായ. ഇപ്പൊ നമ്മുടെ ഈ ചെറിയ ഫ്രൂട്ടിന് ചില സീസണിൽ ചെറിയ കായ്ക്ക് തന്നെ 100 രൂപയോളം വില വരും. ഒരു വീട്ടിൽ ഒരു 10 ശിവപ്ലാവ് അല്ലെങ്കിൽ കടപ്ലാവ് ഉണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഓരോ കുടുംബത്തിനും ഉണ്ടാക്കാൻ. ഇനി എങ്ങനെയാണ് ഈ ശിവപ്ലാവിന്റെ തൈ ഉത്പാദിപ്പിക്കുന്നത് പറയുന്നത്? നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ആഞ്ഞിലി എന്ന് പറയുന്ന വൃക്ഷത്തിലാണ് ഈ ശിവപ്ലാവിന്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്തത്. ഇനി എങ്ങനെയാണ് ഈ ആഞ്ഞിലി ശിവപ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ ശിവപ്ലാവ് ഗ്രാഫ്റ്റ് ഉദ്ദേശിക്കുന്ന ആഞ്ഞിലി. ആഞ്ഞിലിയിലാണ് ശിവപ്ലാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി മുറിച്ചെടുത്തേക്കുന്ന ശിവപ്ലാവിന്റെ കമ്പ്. ആദ്യമായിട്ട് ഇതിന്റെ ഇലകളൊക്കെ കട്ട് ചെയ്യണം. ഇലകളൊക്കെ കട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശിവപ്ലാവിന്റെ കമ്പ്. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള മുകള മേപ്പോട്ടുണ്ടായി ഇതാണ് കിളിച്ചു വരേണ്ടത്. ഇത് നമ്മൾ ഈ ഷേപ്പിൽ ചെത്തിയിട്ട് ഈ ആഞ്ഞിലിയുടെ കമ്പ് കെട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ പണ്ട് ലെയറിങ് അല്ല, ബഡിങ് ആയിരുന്നു. അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇത് കിളിച്ചു വരുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ കമ്പ് കട്ട് ചെയ്യാം. ആഞ്ഞിലിയുടെ ഈ കമ്പ് കട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ഈ ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് മുറിക്കുന്നു. മുറിച്ച ശേഷം നമ്മളിതിന് ഇങ്ങനെ ഇതിന്റെ കറയൊന്ന് തൂത്ത് കളഞ്ഞിട്ട് നേരെ സെന്റർ ഭാഗം വെച്ച് കീറുകയാണ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 1.5 ഇഞ്ചോളം കീറണം. കീറിക്കഴിഞ്ഞു ഈ ശിവപ്ലാവിന്റെ കമ്പ് 2 സൈഡ് ബി ഷേപ്പ് ചെത്തിയെടുക്കും. അതിന് ചെത്തിയെടുത്ത ശേഷം ഞാൻ കാണിക്കുന്നതാണ്. ബി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന ശിവപ്ലാവിന്റെ കമ്പാണ് 2 സൈഡ് കണ്ടിട്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം. നമുക്കിനി ഗ്രാഫ്റ്റിങ്ങിലേക്ക് കടക്കാം. ഇതിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് തൊലി ചേർന്നിരിക്കണം. അതാണ് ഒരു വ്യവസ്ഥ. കണ്ടോ? ഇപ്പൊ കണ്ടോ, നല്ല കറക്റ്റായിട്ട് ചേർന്നിരിക്കുന്നത്. ഇനി ഇത് ടേപ്പ് വെച്ച് ചുറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് തമ്മിൽ ചേർന്നിരുന്ന് കിളിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ടേപ്പ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടേപ്പ് ചുരുങ്ങാൻ പാടില്ല. അടിയിൽ നിന്നോ മേളിൽ നിന്നോ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ചുറ്റാവുന്നതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടിരിക്കുന്നത് മേളിൽ നിന്ന് ചുറ്റുക. അതുകൊണ്ട് ഞാൻ മേളിൽ നിന്നാണ് ചുറ്റുന്നത്. ഇങ്ങനെ ചുറ്റി മുറുക്കി ചുറ്റണേ. നമ്മൾ മുറുക്കി ചുറ്റിയിട്ട് ഈ എൻ്റെ ഒന്ന് വലിച്ചോണം. എങ്കിൽ മാത്രമേ ടേപ്പ് കറക്റ്റായിട്ട് മുറുകി വരത്തുള്ളൂ. മുറുകി ഇങ്ങനെ ചുറ്റി താഴെ കൊണ്ടത് കെട്ടണം. വീണ്ടും ഒന്നുകൂടെ ചുറ്റാനുണ്ടെങ്കിൽ ചുറ്റാം. മുറിച്ച് കളയേണ്ട കാര്യമില്ല. വീണ്ടും നിങ്ങൾക്ക് എവിടെ കെട്ടാൻ സൗകര്യം വെച്ചാൽ അവിടെ കെട്ടുക. നമ്മളിപ്പോൾ എനിക്കിവിടെ കെട്ടാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ മേളിൽ തന്നെയാണ്. ഞാൻ മുകളിൽ തന്നെ ഇവിടെ ഇങ്ങനെ കെട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു പ്രോസസ്സ് ഉണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പൊ ഇത്ര നീളമുള്ള കമ്മണ്. ഇപ്പൊ കവർ ഇടുമ്പോഴേ വലിയ കവർ ഇടണം. ഇവിടെ ഒരു കവർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കവർ നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് തന്നെ. വെള്ളം ഒഴിച്ച് കളഞ്ഞ കവറാണ്. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഇതിങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടോ? ഇതൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് മുള വരണം. നമ്മളിങ്ങനെ മുറുക്കി വേണം ടൈറ്റ് ചെയ്യുന്നത്. കിളിച്ച് വരാൻ വേണ്ടി ഈ ഒരു ഈർപ്പവും
ഒക്കെ ആവശ്യമുണ്ട്. ഇത് കിളിച്ച് വരണത്. നമ്മൾ ചെടി നട്ടാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കിളിച്ച് വരാൻ ഒരു ഈർപ്പം ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഈ കവർ ഇങ്ങനെ വെള്ളം കെട്ടി കൊടുക്കുന്നത്. അടുത്തോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരാഴ്ചയായി ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി ഒരാഴ്ചയുടെ കഴിഞ്ഞത് കിളിക്കാത്തുള്ളൂ. അപ്പൊ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഞാൻ കെട്ടുവച്ചേക്കൊന്ന് അടിക്കട്ടെ. പതുക്കെ വേണം, സാവധാനം വേണം അടിക്കാൻ. അപ്പൊ അടിച്ചോട്ടോ, ഉണ്ടോ, വാടിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. കിളിക്കാൻ കവറുണ്ട്, അല്പം പോലും ജലാംശം ഇല്ല. അപ്പൊ വീണ്ടും നമ്മൾ ഈ കവറിൽ വെള്ളം ഒഴിച്ചിട്ട് ഷേക്ക് ചെയ്തിട്ട് വീണ്ടും കെട്ടി കൊടുക്കണം. ഇപ്പൊ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കിളുത്ത് വരും, ഇല വിരി. എന്നിട്ട് വീണ്ടും ഒരാഴ്ച കൂടെ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ കവറിൽ നിന്ന് നോക്കണം. നമുക്കത് കാണുമ്പോൾ അറിയാം ഈ കവർ മാറ്റാൻ സമയമായോ എന്ന്. ഇല അല്പം ഇതിങ്ങനെ അന്നേരം ഇല വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കവർ ഇങ്ങനെ മെപ്പോട്ടൊന്ന് പൊക്കി കൊടുക്കണം. അപ്പം ഇല അടന്ന് ഇലയ്ക്ക് കംപ്ലൈന്റ് ഒന്നും പറ്റില്ല. ഇപ്പം കെട്ടിക്കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് നമ്മൾ കെട്ടിക്കഴിഞ്ഞു കവറൊക്കെ ഇങ്ങനെ വിടർത്തി വെക്കും. നമ്മുടെ ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.